നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന സമയത്ത് ലഭിച്ചിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്ക് ലഭിച്ചിട്ടില്ല. ഈ പദ്ധതി ഇപ്പോൾ നിലവിലുണ്ടോ? ഇനി 1000 രൂപ ലഭിക്കുമോ? അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ ഇപ്പോൾ 3 മാസത്തെ കുടിശ്ശിക 3000 രൂപ എന്നാണ് ലഭിക്കുക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടി വെക്കുക. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാസം 1000 രൂപയുടെ പെൻഷൻ പദ്ധതിയായിരുന്നു സർക്കാർ പ്രഖ്യാപിച്ചത്. അതുപ്രകാരം ഒരുപാട് ആളുകൾ പുതിയതായി അക്കൗണ്ട് എടുത്ത് ബാങ്കിൽ മണിക്കൂറോളം വരി നിന്ന് അക്കൗണ്ട് എടുത്ത് അതിനുശേഷം അക്ഷയ കേന്ദ്രങ്ങൾ മറ്റ് ഓൺലൈൻ സെൻ്ററുകളിൽ നിന്നെല്ലാം വരുന്നത് ഇതുപോലെ തന്നെ മണിക്കൂറോളം വരുന്ന് അപേക്ഷ കൊടുത്തായിരുന്നു സ്ത്രീ സുരക്ഷാ പെൻഷന് അപേക്ഷ സമർപ്പിച്ചിരുന്നത്. പിന്നീട് അതിൽ ചെറിയ ചെറിയ തെറ്റുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് വീണ്ടും അത് റിജക്റ്റ് ആകുകയും പിന്നീട് ഇതുപോലെ തന്നെ മണിക്കൂറോളം വരുന്ന അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ കൊടുത്ത് അപ്രൂവലായ ആളുകൾക്ക് അന്ന് 2 മാസത്തെ പെൻഷൻ ലഭിച്ചിരുന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുകയും പുതിയ സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു. പുതിയ സർക്കാർ ഇപ്പോൾ അധികാരത്തിൽ വന്നതിന് ശേഷം ഏകദേശം ഇപ്പോൾ 1 മാസത്തോളമായി. കഴിഞ്ഞ 3 മാസത്തെ പെൻഷനാണ് ഇപ്പോൾ ലഭിക്കാതിരിക്കുന്നത്. മാർച്ച് മാസത്തിലെ പെൻഷൻ നമുക്ക് ലഭിച്ചിരുന്നു. അതിനുശേഷം ഏപ്രിൽ, മെയ്, ജൂൺ ഇങ്ങനെ 3 മാസത്തെ പെൻഷനാണ് ഇപ്പോൾ കുടിശ്ശികയായിട്ടുള്ളത്. 1000 രൂപയായിരുന്നു മാസം ലഭിക്കുന്നത് കൊണ്ട് തന്നെ 3000 രൂപയോളം ഇപ്പം പെൻഷൻ കുടിശ്ശികയായിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവസാന സമയത്ത് നൽകിയിരുന്ന ഈ പെൻഷൻ പുതിയ സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല. പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു പെൻഷൻ 3000 രൂപയാക്കും, KSRTCയിൽ സൗജന്യ യാത്ര, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഇൻഷുറൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതെല്ലാ കാര്യങ്ങളും സർക്കാരിൻ്റെ നയപ്രഖ്യാപന ചർച്ചയിലും പ്രഖ്യാപനത്തിലുമെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴൊന്നും സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും സർക്കാർ ഔദ്യോഗികമായി തന്നെ ഇതുവരെയും അറിയിച്ചിട്ടില്ല. ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും മറ്റും ഒരുപാട് ആളുകൾ ചോദിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോയുമായി വന്നത്. സർക്കാർ ഇതുവരെയും അതിൻ്റെ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് നമുക്ക് തന്നിട്ടില്ല. പദ്ധതി നിർത്തലാക്കിയെന്നോ അതുപോലെ തന്നെ പദ്ധതി തുടരുമെന്നോ ഒരു കാര്യവും സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി നമ്മെ അറിയിച്ചിട്ടില്ല. ഏതായാലും ഈ മാസം 19-ാം തീയതിയാണ് സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് അവതരണം. ഈ ഒരു ബജറ്റിൽ ഇതിനെക്കുറിച്ച് പരാമർശമുണ്ടെങ്കിൽ ചിലപ്പോൾ പെൻഷൻ പിന്നീട് നമുക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് 2 മാസത്തെ പെൻഷൻ ലഭിച്ച ആളുകൾ എസ് ഒന്നും ഇല്ലാത്ത നോ എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം, സർക്കാർ നല്ല തീരുമാനം തന്നെ എടുക്കുമെന്നുള്ളത്. 1000 രൂപ ഒരുപാട് സ്ത്രീകൾക്ക് അത് വലിയ കാര്യമായിരുന്നു. വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് ആ പെൻഷൻ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾ കൊണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫേസ്ബുക്കിലൂടെ വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.